ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഇന്റർവ്യൂ എടുക്കാൻ പോയാലോ? ഇന്റർവ്യൂ എടുക്കുന്നത് ആരെയെന്ന് വെച്ചാൽ ഞാൻ വഴിയേ പറയാം. ആക്ച്വലി ഇത് നമ്മളെ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടുള്ള ഇന്റർവ്യൂ ആണ്. അതുകൊണ്ട് തന്നെ പോവാതിരിക്കാനും പറ്റത്തില്ല. എന്തായാലും ഒരു വഴിക്ക് പോണതല്ലേ, കൈ വീശൊന്ന് കയറാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ചെറിയൊരു ഗിഫ്റ്റ് എല്ലാവരും കൂടെ അങ്ങ് വാങ്ങി. ഗിഫ്റ്റ് മേടിച്ചിട്ട് അവള് നേരെ പോയത് ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിലോട്ടാണ്. ഇവിടെ നിന്ന് ബസ് കയറി വേണം പുള്ളിയുടെ വീട്ടിലെത്താൻ. അങ്ങനെ ആ ബസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് എങ്ങോട്ടാണെന്നൊരു എത്തും പിടിയുമില്ല. പിന്നെ എവിടെയോ ഇറങ്ങിയിട്ട് അടുത്ത ബസ് കയറി. സത്യം പറഞ്ഞാൽ ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോഴത്തേക്കും ട്രാവലിംഗ് ഫുൾ ബോറായി തുടങ്ങി. കൂടെ ഉള്ളവരെണ്ണം എന്താ ഇപ്പൊ വീഴെന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്. പിന്നെ നമ്മളെ തിരുവനന്തപുരം അല്ലേ, കാണാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങ് പുറത്തോട്ട് വായി നോക്കിയിരുന്നു. പിന്നെ നമ്മൾ വഴി അറിഞ്ഞൂടെ കറങ്ങി തിരിഞ്ഞ് എത്തിപ്പെട്ടതാ പത്മനാഭന്റെ ഫ്രണ്ടിലും. ഇവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്ന് ആർക്കും ഒരു എത്തും പിടിയുമില്ല. ഇവിടെ നിന്നിന് പത്മനാഭൻ വഴി കാണിച്ചു തരുമെന്ന് വിചാരിച്ചിട്ടാണോ എന്തോ കുറച്ചേരം ഇവിടെ അങ്ങനെ നിന്ന്. ഇവിടെ നിൽക്കാനാണെങ്കിൽ എന്തോ ഒരു പോസിറ്റീവ് വൈബും ഉണ്ടായിരുന്നു. ഫൈനലി പത്മനാഭൻ നമുക്ക് വഴി കാണിച്ചു തന്നു. അങ്ങോട്ടുള്ള നടപ്പാണിത്. കുറച്ച് നടന്നിട്ട് നമ്മൾ ഒരു ഓട്ടോയും വിളിച്ചങ്ങ് പോയി. ഫൈനലി നമ്മൾ വീട് കണ്ടുപിടിച്ച് കായി. ഇത്രയും ബുദ്ധിമുട്ട് നമ്മൾ ആരെ കാണാൻ പോയിന്ന് വെച്ചാ ഈ സാറിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് മലയങ്കേഴി ഗോപാലകൃഷ്ണൻ സാർ. സാർ ഒരു ഹിസ്റ്റോറിയനും ജേർണലിസ്റ്റും ഒക്കെ ആയിട്ടുള്ള ഒരാളാണ്. നമ്മളെ പ്രോജക്റ്റിന്റെ ഭാഗം സാർ ആയതുകൊണ്ട് തന്നെ സാറിനെ ഒന്ന് ഇന്റർവ്യൂ എടുക്കണം, അതാണ് മെയിൻ ലക്ഷ്യം. ഇന്റർവ്യൂ ഒക്കെ ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ സാറിന്റെ കുറെ ബുക്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരികയും ചെയ്യുന്നുണ്ട്. ബുക്സ് മാത്രമല്ല, സാറിന് കിട്ടിയ ഒരുപാട് പുരസ്കാരങ്ങളും സാറ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സാറിന്റെ കുഞ്ഞു ലൈബ്രറിയും കോയിൻസിന്റെ കളക്ഷൻസും എല്ലാം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സാറ് നമുക്ക് ചോദിച്ചതും ചോദിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും പറഞ്ഞു തന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു ഇന്റർവ്യൂവിന് വന്നില്ലായിരുന്നെങ്കിൽ ഒരുപാട് അറിവുകൾ നഷ്ടപ്പെട്ടേനെ. അങ്ങനെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സമയം ഉച്ച കഴിഞ്ഞ്. പിന്നെ നമ്മൾ വാങ്ങിക്കൊണ്ട് പോയ ഗിഫ്റ്റ് ഒക്കെ സാറിന് കൊടുക്കുകയാണ്. ഇനി നിന്നാ വീട്ടിൽ കയറാൻ ലേറ്റ് ആവുന്നുള്ളതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞിറങ്ങി. അപ്പം ഇന്നത്രേ ഉള്ളൂ. ബൈ ഫ്രണ്ട്സ്.